നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു കൺക്ലൂഷൻ എന്ന് പറയുമ്പോൾ രണ്ട് രീതിയിലാണ് ഉണ്ടാവുക. ഒന്ന് ഡെഫിനിറ്റ് കൺക്ലൂഷൻ, സെക്കൻഡ് വൺ പോസിബിൾ കൺക്ലൂഷൻ. അപ്പോൾ അതിൻ്റെ കീവേഡും കാര്യങ്ങളും കൊപ്പിയുള്ള നോക്കിയിട്ട് അല്ലെങ്കിൽ ലിങ്കിങ് വേർബ് നോക്കിയിട്ട് എങ്ങനെയാണ് ഇതൊക്കെ ഓരോന്ന് കണ്ടുപിടിക്കാനുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. ഇനി ഡെഫിനിറ്റ് കൺക്ലൂഷൻ ആണെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് വെൻ ഡയഗ്രാമിൽ അത് കാണാൻ സാധിക്കണം, അല്ലെങ്കിൽ അതിൻ്റെ ലോജിക്ക് കാണാൻ സാധിക്കണം. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഒരു റൂമിനകത്തിരിക്കുകയാണെന്ന് വിചാരിക്കാം. ഓക്കെ, നമ്മൾ റൂമിനകത്തിരിക്കുകയാണ്, എല്ലാ ജനാലകളും അടച്ചിട്ടുണ്ട്, വാതിലുകളും അടച്ചിട്ടുണ്ട്, പുറത്ത് എന്താണ് നടക്കുന്നത് എന്ന് നമുക്കറിയില്ല. ഓക്കെ, അപ്പം നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മളോട് ചോദിക്കുകയാണ്, മഴ പെയ്യുകയാണ്, പുറത്ത് മഴ പെയ്യുകയാണ്. അപ്പം നമ്മളൊന്നും കാണുന്നില്ല, എല്ലാം അടച്ചിരിക്കുകയാണ്, സൗണ്ട് പ്രൂഫാണെന്ന് നമുക്ക് പറയാം. റൂം ഒന്നും കേൾക്കുന്നില്ല, കാണുന്നില്ല. അപ്പം നമ്മുടെ കൺക്ലൂഷൻ എന്തായിരിക്കും? നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റുന്ന കാര്യം എന്തായിരിക്കും? മഴ പെയ്യാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ കൺക്ലൂഷൻ തെറ്റാണ് എന്നല്ലേ പറയാൻ പറ്റുള്ളൂ, കാരണം നമ്മളൊന്നും കണ്ടിട്ടില്ല. ഇനി നമ്മളോട് അഗൈൻ ചോദിക്കുകയാണ്, മഴ പെയ്യുന്നില്ല. അടുത്ത കൺക്ലൂഷൻ എന്താ? അടുത്ത നിഗമനം എന്താ? മഴ പെയ്യുന്നില്ല. അപ്പോഴും നമ്മളൊന്നും കാണുന്നില്ല. അപ്പം നമുക്ക് എന്ത് പറയാം? അതും തെറ്റാണ് എന്ന് പറയാം. ഇനി നമ്മൾ നമ്മുടെ റൂം തുറന്നു, നമ്മൾ പുറത്തിറങ്ങി, മഴ വരുന്നുണ്ട്, മഴ നമ്മൾ നനയാണെന്ന് വിചാരിക്കാം. അപ്പം നമ്മളോട് ചോദിക്കുകയാണ്, മഴ പെയ്യുകയാണ്. കൺക്ലൂഷൻ പറയുകയാണ്, മഴ പെയ്യുകയാണ്. കൃത്യമായിട്ട് നമ്മൾ മഴ നനയാണ്, നമ്മളത് കണ്ട് മനസ്സിലാക്കിയ കാര്യമാണ്. അതുകൊണ്ട് തന്നെ അവിടെ നമുക്ക് എന്ത് പറയാം? അത് ശരിയാണ് എന്ന് പറയാം. ഇനി മഴ നനഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മളോട് ഒരു കൺക്ലൂഷൻ പറയുകയാണ്, മഴ പെയ്യുന്നില്ല. അപ്പം നമ്മൾ ഓൾറെഡി കാണുന്നുണ്ട് മഴ പെയ്യുന്നത്, റൈറ്റ്? അല്ലെങ്കിൽ നമ്മൾ ഫീൽ ചെയ്യുന്നുണ്ട് മഴ പെയ്യുന്നത്. അപ്പം മഴ പെയ്യുന്നില്ല എന്ന് പറയുന്ന കൺക്ലൂഷൻ അവിടെ എന്താവും? തെറ്റായിട്ട് വരും. അത്രയേ ഉള്ളൂ. സോ ഡെഫിനിറ്റ് കൺക്ലൂഷൻ ആണെങ്കിൽ കൃത്യമായിട്ട് വെൻ ഡയഗ്രാം വരച്ചു കഴിഞ്ഞാൽ നമുക്ക് അവരുടെ റിലേഷൻ അവിടെ കാണാൻ സാധിക്കും. ഇനി പോസിബിൾ കേസ് ആവുമ്പോൾ എങ്ങനെയായിരിക്കും? നമുക്ക് ഒന്നും കാണാൻ സാധിക്കില്ല. അത് നമുക്ക് പിന്നീടുള്ള വീഡിയോസിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യാം? ഡിസ്കസ് ചെയ്യാം. യെസ്, അപ്പം നമുക്ക് ഓരോ സ്റ്റേറ്റ്മെൻറ്റും അവിടുത്തെ കൺക്ലൂഷൻ ഏതൊക്കെ വരും, ഏതൊക്കെ വരില്ല എന്ന് നോക്കിയാലോ? റൈറ്റ്. അപ്പം നമുക്ക് ആദ്യം ഒരു സ്റ്റേറ്റ്മെൻറ്റ് എടുക്കാം, ഓൾ എ ആർ ബി. അപ്പം നമുക്ക് ഓൾറെഡി അറിയാം വെൻ ഡയഗ്രാം വരയ്ക്കാൻ എല്ലാ എയും ബി ആണ്. അപ്പം ഈ കാണുന്ന പോലെ ബിയുടെ അകത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എനെ വരയ്ക്കാൻ സാധിക്കും. ഇനി ഇതിൽ നിന്ന് നമുക്ക് എന്തൊക്കെ കൺക്ലൂഡ് ചെയ്യാൻ സാധിക്കും, എന്തൊക്കെ കൺക്ലൂഡ് ചെയ്യാൻ സാധിക്കില്ല എന്ന് നോക്കിയാലോ? ഓക്കെ, അപ്പം നമ്മൾ പറയുകയാണ് ഓൾ എ ആർ ബി ആണ് നമ്മുടെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. അത് നോക്കിയിട്ട് അപ്പം നമ്മൾ വെൻ ഡയഗ്രാം വരച്ചു, അത് നോക്കിയിട്ട് ഒരു കൺക്ലൂഷൻ ഞാൻ പറയുകയാണ്, സം എ ആർ ബി. കുറച്ച് എകൾ അല്ലെങ്കിൽ ചില എകൾ ബി ആണ്. ഇത് ശരിയാണോ തെറ്റാണോ? അപ്പം നമുക്ക് കൃത്യമായിട്ട് അറിയാം എല്ലാ എകളും ഇവിടെ എവിടെയാണ്? ബിയുടെ അകത്താണ്. സോ എല്ലാ എയും ബിയുടെ അകത്താണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും പറഞ്ഞൂടെ കുറച്ച് എയും എന്താണ്? ബി ആണ് എന്നുള്ള കാര്യം. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യം. യെസ്. ഇനി ഞാൻ അടുത്തൊരു കാര്യം പറയാണ്, സം ബി ആർ എ. ചില ബികൾ എന്താണ്? എ ആണ് എന്ന്. നമുക്കതവിടെ കാണുന്നുണ്ടോ? കാണുന്നില്ലേ? എല്ലാ എയും ബി ആവുമ്പോൾ ആ എയുടെ ഭാഗവും ബിയുടെ ഭാഗവും നമുക്ക് എന്ത് പറയാം? ചില ബി എന്താ? എ ആണ് എന്നും ഇവിടെ നിന്ന് കൺക്ലൂഡ് ചെയ്യാൻ സാധിക്കും. ഇനി നമുക്ക് അടുത്തൊരു കൺക്ലൂഷൻ പറയാം, നോ എ ഈസ് ബി. ഒരു എയും ബി അല്ല. നമുക്ക് ഓൾറെഡി അറിയില്ലേ എല്ലാ എയും ബി ആണ്, അത് കാണുന്നുണ്ട്. പിന്നെ ഇവിടെ നോ എ ഈസ് ബി, അതായത് ഒരു എയും ബി അല്ല, ഒരു ലൈനും ഒരു ക്രോസും എക്കും ബിക്കും ഇടയിൽ ഉണ്ടോ? ഇല്ല എന്ന് പറയുമ്പോൾ ഇതെന്തായി? തെറ്റായ കൺക്ലൂഷനായി. ഇനി നമുക്ക് അടുത്ത കൺക്ലൂഷൻ നോക്കാം, സം എ ആർ നോട്ട് ബി. ചില എകൾ ബി അല്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് കൃത്യമായിട്ട് ഓൾറെഡി അറിയാം എല്ലാ എയും ഇവിടെ ബി ആവുമ്പോൾ എങ്ങനെയാണ് നമുക്ക് പറയാൻ പറ്റുക കുറച്ച് എകൾ ബി അല്ല എന്നുള്ള കാര്യം, റൈറ്റ്? അപ്പോൾ ഈ കൺക്ലൂഷൻ ഇവിടെ എന്തായി? തെറ്റായിട്ട് വന്നു. ഇനി നമുക്ക് നമ്മുടെ നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ് നോക്കാം. പെർട്ടിക്കുലർ പോസിറ്റീവിൽ വരുന്ന സം എ ആർ ബി, അതായത് എന്താ? ചില എകൾ അല്ലെങ്കിൽ കുറച്ച് എകൾ എന്താണ്? ബി ആണ്. അപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് സ്റ്റേറ്റ്മെന്റിൽ അവരെന്താണോ തരുന്നത് അത് മാത്രമാണ് 100% ശരി എന്നുള്ള വിവരം. അപ്പൊ ഇവിടെ നമുക്ക് ആകെ അറിയുന്ന വിവരം എന്താ? എയുടെ കുറച്ചു ഭാഗവും ബിയുടെ കുറച്ചു ഭാഗവും ഒന്നാണ്, അല്ലെങ്കിൽ സം എ ആർ ബി. ചില എകൾ ബി ആണ്. അപ്പൊ നമുക്കിനി ഇവിടെ നിന്ന് എന്തൊക്കെ കൺക്ലൂഷൻസ് ആണ് ഇവിടെ വരിക, അല്ലെങ്കിൽ ഏതൊക്കെയാണ് ശരിയാവുക, ഏതൊക്കെയാണ് ഫോളോ ചെയ്യുക, ഏതൊക്കെയാണ് ഫോളോ ചെയ്യാത്തതെന്ന് നോക്കാം. അപ്പൊ നമുക്കിവിടെ സം എ ആർ ബിയുടെ വെൻ ഡയഗ്രാം ഈ കാണുന്ന പോലെ നമുക്ക് കാണാം. എയുടെയും ബിയുടെയും കോമൺ ഭാഗങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഞാനിവിടെ എൻ്റെ കൺക്ലൂഷൻ പറയുകയാണ്, സം ബി ആർ എ. ചില ബികൾ എ ആണ്.
സി നമുക്ക് ഓൾറെഡി അവർ പറഞ്ഞിട്ടുണ്ട് എയുടെ ചില ഭാഗങ്ങൾ ബി ആണ്. സോ സം എ ആർ ബി ഇവിടെ ശരിയാവുന്ന സിറ്റുവേഷനിൽ എന്തായാലും നമുക്ക് പറഞ്ഞൂടെ ചില ബികൾ എ ആണ് എന്നും, ബിക്കോസ് നമുക്ക് വെൻ ഡയഗ്രത്തിൽ അത് കൃത്യമായിട്ട് കാണാനും സാധിക്കുന്നുണ്ട്. ഇനി നമുക്ക് അടുത്തൊരു കൺക്ലൂഷൻ നോക്കാം. സം എ ആർ നോട്ട് ബി, ചില എകൾ ബി അല്ല. അപ്പൊ ഇത് ശരിയാണോ തെറ്റാണോ? അപ്പൊ നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ സ്റ്റേറ്റ്മെന്റ് നമ്മൾ പറഞ്ഞു 100% ശരിയായിരിക്കും. അവിടെ ആകെ ശരിയായിട്ടുള്ള കാര്യം അപ്പൊ എന്താ? ചില എകൾ ബി ആണ്. അപ്പൊ നമുക്ക് ഈ ഫിഗറിൽ കാണുന്ന പോലെ എയുടെ ഈ ഭാഗവും അതുപോലെ തന്നെ ബിയുടെ ആ ഭാഗവും ഒരു കണക്ഷനും ഇല്ല. അതായത് എന്താണ് കണക്ഷൻ എന്ന് നമുക്കറിയില്ല. സം എ ആർ ബി എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം എയുടെ കുറച്ചു ഭാഗം ബി ആണ് എന്ന് മാത്രമാണ്. സോ ബാക്കിയുള്ള എയുടെ ഭാഗവും ബാക്കിയുള്ള ബിയുടെ ഭാഗവും തമ്മിൽ എന്താണ് കണക്ഷൻ എന്ന് അറിയില്ല നമുക്ക്. അപ്പൊ അവര് സം എ ആർ നോട്ട് ബി എന്ന് പറഞ്ഞാൽ ചില എകൾ ബി അല്ല എന്ന് ഇവിടെ കാണുന്നുണ്ടോ? അത് എന്താണെന്ന് പോലും നമുക്കറിയില്ല. റൈറ്റ്? യെസ്. അതുകൊണ്ട് തന്നെ ഇവിടെ സം എ ആർ നോട്ട് ബി എന്തായിരിക്കും? തെറ്റായിട്ടുള്ള കൺക്ലൂഷൻ ആയിരിക്കും. ഇനി നമുക്ക് അടുത്ത നോക്കാം. നോ എ ഈസ് ബി, ഒരു എയും ബി അല്ല. ഓൾറെഡി നമ്മൾ പറഞ്ഞു ചില എകൾ ബി ആണ്. സോ ചില എകൾ ബി ആയിരിക്കുമ്പോൾ എങ്ങനെയാണ് നമുക്ക് പറയാൻ സാധിക്കുക ഒരു എയും ബി അല്ല എന്നുള്ളത്? അതുകൊണ്ട് തന്നെ നോ എ ഈസ് ബി അഗൈൻ എന്താവും? തെറ്റായിട്ടുള്ള കൺക്ലൂഷൻ ആവും. ഓക്കെ അല്ലേ? റൈറ്റ്. ഇനി നമുക്ക് നമ്മുടെ നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റിലോട്ട് പോവാം. നോ എ ഈസ് ബി. സോ യൂണിവേഴ്സൽ നെഗറ്റീവ് ആയിട്ടുള്ള നോ എ ഈസ് ബിയുടെ വെൻ ഡയഗ്രാം നമുക്കിവിടെ കാണാം. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് എന്തൊക്കെ കൺക്ലൂഷൻസ് ആണ് ഡിറൈവ് ചെയ്യാൻ പറ്റുക നോക്കാം. അപ്പൊ നോ എ ഈസ് ബി എന്ന് പറയുമ്പോൾ കൃത്യമായിട്ട് നമ്മളോട് പറയുന്ന കാര്യം എന്താ? ഒരു എയും ഇവിടെ ബി അല്ല. അതായത് എയും ബിയും തമ്മിൽ ഒരു കണക്ഷനും ഇല്ല എന്ന് കാണുന്നുണ്ട്. റൈറ്റ്. അപ്പൊ നമുക്ക് കുറച്ച് കൺക്ലൂഷൻസ് പറയാം. അത് ശരിയാണോ തെറ്റാണോ എന്ന് നോക്കാം. യെസ്. അപ്പൊ ഞാൻ എൻ്റെ ആദ്യത്തെ കൺക്ലൂഷൻ പറയാണ് സം എ ആർ ബി, ചില എകൾ ബി ആണ്. നമുക്ക് ഓൾറെഡി അറിയില്ലേ എയും ബിയും തമ്മിൽ ഒരു കണക്ഷനും ഇല്ല. പിന്നെ എങ്ങനെയാണ് നമുക്ക് പറയാൻ പറ്റുക ചില എകൾ ബി ആണ് എന്നുള്ളത്? അതുകൊണ്ട് തന്നെ ആ കൺക്ലൂഷൻ തെറ്റായി. റൈറ്റ്. ഇനി നമുക്ക് നെക്സ്റ്റ് കൺക്ലൂഷൻ നോക്കാം. സം എ ആർ നോട്ട് ബി, ചില എകൾ എന്തല്ല? ബി അല്ല. അപ്പൊ നമുക്ക് ഓൾറെഡി അഗൈൻ ഞാൻ പറഞ്ഞു ഒരു എയും അവിടെ ബി അല്ലെങ്കിൽ ആ എയിൽ നിന്ന് കുറച്ച് ആൾക്കാരെ എടുത്തു കഴിഞ്ഞാൽ അതും ബി അല്ലാതാവില്ലേ? അത്രയേ ഉള്ളൂ. ഫോർ എക്സാമ്പിൾ ഞാനൊരു കാര്യം പറയാം. ഒരു പാത്രമുണ്ട് നമ്മുടെ കയ്യിൽ. ആ പാത്രത്തിൽ കുറേ മുത്തുകളുണ്ട്. ആ മുത്തുകളൊന്നും എന്തല്ല? ചുവപ്പ് നിറമല്ല, റെഡ് അല്ല എന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ ഒരു പാത്രത്തില് ഒരു മുത്തും ചുവപ്പല്ല എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അതിലെ കുറച്ച് മുത്തെടുത്തു കഴിഞ്ഞാൽ അത് നീലയാവോ? നമുക്കറിയില്ല. ബട്ട് എന്തായാലും നമുക്ക് എന്ത് പറയാം? ചുവപ്പല്ല എന്ന് പറഞ്ഞൂടെ? യെസ്, അത്രേ ഉള്ളൂ. സോ സം എ ആർ നോട്ട് ബി അവിടെ ശരിയായിട്ടുള്ള കൺക്ലൂഷൻ ആവും. റൈറ്റ്. ഇനി നമുക്ക് നോക്കാം. നോ ബി ഈസ് എ, ഇത് ശരിയാണോ തെറ്റാണോ? ഒരു ബിയും എ അല്ല. ഒരു എയും ബി അല്ലെങ്കിൽ എയും ബിയും തമ്മിൽ ഒരു കണക്ഷനും ഇല്ലെങ്കിൽ ഒരു ബിയും എ അല്ല എന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാം. സോ നോ ബി ഈസ് എയും ഇവിടെ എന്ത് തന്നെയാണ്? ശരിയായിട്ടുള്ള കൺക്ലൂഷൻ തന്നെയാണ്. റൈറ്റ്? യെസ്. ഇനി നമുക്ക് അടുത്തൊരു കൺക്ലൂഷൻ നോക്കാം. ഓൾ എ ആർ ബി, എല്ലാ എയും ബി ആണ്. എയും ബിയും തമ്മിൽ ഒരു കണക്ഷനും ഇല്ലെങ്കിൽ എങ്ങനെയാണ് നമുക്ക് പറയാൻ പറ്റുക എല്ലാ എയും ബി ആണ് എന്നുള്ള കാര്യം? മാത്രമല്ല ഓൾ എ ആർ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ എയും ബിയുടെ അകത്ത് കാണണേ. ഇവിടെ നമുക്ക് കാണുന്നുണ്ടോ? ഇല്ല. അവർ തമ്മിൽ ഒരു കണക്ഷനും ഇല്ല എന്നാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഓൾ എ ആർ ബി ഇവിടെ ഫോളോ ചെയ്യില്ല എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും. റൈറ്റ്. ഇനി നമുക്ക് നമ്മുടെ നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റിലോട്ട് പോവാം. പെർട്ടിക്കുലർ നെഗറ്റീവിൽ വരുന്ന സം എ ആർ നോട്ട് ബി. അപ്പോൾ ഇവിടെ കൃത്യമായിട്ട് കാണുന്നുണ്ട് എയുടെ കുറച്ചു ഭാഗം എന്തല്ല? ബി അല്ല. അത് 100% ശരിയായിട്ടുള്ള കാര്യമാണ്. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് എന്തൊക്കെ കൺക്ലൂഷൻസ് ആണ് ഡിറൈവ് ചെയ്യാൻ പറ്റുക നോക്കാം. അപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറയാം. സം എ ആർ നോട്ട് ബി ആണ് നമ്മുടെ സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ വെൻ ഡയഗ്രം നമുക്ക് കാണുന്നത്. ഞാൻ എൻ്റെ കൺക്ലൂഷൻ പറയുകയാണ് സം ബി ആർ നോട്ട് എ, ചില ബികൾ എ അല്ല. ഇത് ശരിയാണോ തെറ്റാണോ? നിങ്ങളൊന്ന് ആലോചിച്ചിട്ട് പറഞ്ഞേ, ഇത് ശരിയാണോ തെറ്റാണോ? എല്ലാവരും ഒന്ന് കമന്റ് ചെയ്തേ. സി, ഇവിടെ നമ്മളോട് പറയുന്നത് എന്താ? എയുടെ കുറച്ചു ഭാഗം ബി അല്ല. ഇത് മാത്രമാണ് നമ്മളോട് ഇവിടെ പറയുന്ന കാര്യം. ഇനി ഞാനൊരു റാൻഡം എക്സാമ്പിൾ പറയാം. നമ്മൾ റോഡിലൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കുക. ഏതോ ഒരു ജംഗ്ഷനിലെത്തി. അപ്പൊ ഞാൻ പറയുകയാണ് സം പീപ്പിൾ ആർ നോട്ട് എഞ്ചിനീയേഴ്സ്, ചില ആൾക്കാർ എന്തല്ല? എഞ്ചിനീയേഴ്സ് അല്ല.
അപ്പോൾ സ്റ്റേറ്റ്മെന്റ് എന്തായാലും 100% ശരിയാണെന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പോൾ ഇതിൽ നിന്ന് എന്തൊക്കെ കൺക്ലൂഷൻസ് ആണ് നമുക്ക് പറയാൻ പറ്റുക? അപ്പോൾ ചില ആൾക്കാർ എഞ്ചിനീയർ അല്ല എന്ന് പറയുമ്പോൾ എനിക്കതിന്ന് കൺക്ലൂഡ് ചെയ്തിട്ട് ചില ആൾക്കാർ എഞ്ചിനീയേഴ്സ് ആണെന്ന് പറയാൻ പറ്റുമോ? എങ്ങനെയാണ് പറയാൻ പറ്റുക? ബിക്കോസ് അവിടുത്തെ ആരെയും എനിക്ക് അറിയില്ല. ഇനി എനിക്ക് ചില ആൾക്കാർ ഓട്ടോ ഡ്രൈവേഴ്സ് ആണെന്ന് പറയാൻ പറ്റുമോ? എഗെയിൻ അവിടെ ഓട്ടോ ഉണ്ടോന്നോ ഡ്രൈവേഴ്സ് ഉണ്ടോയെന്ന് നമുക്ക് കാണുന്നില്ല, അല്ലെങ്കിൽ ഉറപ്പുള്ള കാര്യങ്ങളല്ല. അതുകൊണ്ട് തന്നെ നമുക്കത് പറയാൻ പറ്റില്ല. നമുക്കത് എങ്ങനെ പറയാം? ചിലപ്പോൾ ആയിരിക്കാം, ചിലപ്പോൾ ആയിരിക്കാം, ആവാം. ഇതെല്ലാം എന്താ? പോസിബിലിറ്റി കേസാണ്. അപ്പൊ ഡെഫിനറ്റ് ആയിട്ട് സം നോട്ട് കേസിന്, അതായത് സം മേ ആർ നോട്ട് ബി എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റിന് ഒരു കൺക്ലൂഷനും നമുക്ക് പറയാൻ സാധിക്കില്ല. ബിക്കോസ് ഇവിടെ പറയുന്നത് ചില എകൾ ബി അല്ല എന്ന് മാത്രമാണ്. അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് പ്രോപ്പർ ആയിട്ടുള്ളൊരു കൺക്ലൂഷൻ നമുക്ക് ഡിറൈവ് ചെയ്യാൻ സാധിക്കില്ല.